സോ ഹായ് പീപ്പിൾ, നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് ഓപ്പറേറ്റർ എന്താണെന്നാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിലുള്ള കുറച്ച് വാല്യൂസ് ടൈപ്സ് അങ്ങനത്തെ രണ്ട് കീവേഡ്സാണ്. സോ വാല്യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് അത് പറയാം. ലൈക്ക് നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി ഇത് ലൈക്ക് ഇത് ടെക്സ്റ്റിലുള്ള സ്റ്റോറി തന്നെയാണ്. ലൈക്ക് നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി ഒരാളുടെ അടുത്ത് ഫോൺ ചോദിക്കുകയാണ്, അതിൻ്റെ പ്രൈസ് ചോദിക്കുകയാണെങ്കിൽ അയാളൊരു പ്രൈസ് പറയാം. ലൈക്ക് ഒരു 10,000 രൂപയെന്നോ അല്ലെങ്കിൽ 20,000 രൂപയെന്നോ പറയാം. ഇനിയിപ്പോൾ രണ്ട് ഫോണാണെങ്കിലും 20,000 രൂപയെന്ന് കറക്റ്റ് പറയാൻ പറ്റും. സോ ആ വാല്യൂ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. ഇനി ചിലപ്പോൾ വേറൊരു പർട്ടിക്കുലർ സാധനം എടുക്കുമ്പോഴത്തേക്ക് ഇത് ഫ്രീ ആണെങ്കിൽ അതിന് 0 രൂപ അല്ലെങ്കിൽ 0 rupees എന്ന് ആരും പറയത്തില്ല. ഫ്രീ ആണെങ്കിൽ അത് ഫ്രീ എന്നേ പറയത്തുള്ളൂ. അവിടെ അപ്പോൾ ലൈക്ക് അയാൾ ആ യൂസ് കേസിനനുസരിച്ച് പറയേണ്ട വാല്യൂവിൻ്റെ ടൈപ്പ് സ്വിച്ച് ചെയ്തു. മനസ്സിലായിരുന്നു. ഇനിഷ്യലി ഞാൻ ഫോണിന് എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോൾ 10,000 എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ഈ സാധനം എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ 0 എന്ന് പറയുന്നതിന് പകരം ഫ്രീ എന്നാണ് പറഞ്ഞത്. കാരണം അതാണ് കുറച്ചുകൂടെ കൺവേ. ഇനിയിപ്പോൾ ഞാൻ ഈ ഫോണിൻ്റെ കൂടെ ചാർജർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് അയാൾ നമ്പേഴ്സോ അല്ലെങ്കിൽ ഫ്രീ ഒന്നും ആയിരിക്കത്തില്ല പറയുന്നത്. കാരണം കോണ്ടെക്സ്റ്റിൽ അതല്ല അതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത്. അവിടെ ശരിക്കും എസ് ഓർനോ അല്ലെങ്കിൽ നമ്മുടെ കോഡിങ്ങിൻ്റെ എടുക്കുകയാണെങ്കിൽ ട്രൂ ഓർ ഫോൾസ് ആ ഒരു സാധനം വരുന്നത്. സോ ലൈക്ക് അക്കോർഡിംഗ് ടു ദ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് വി ആർ ഡൂയിങ് ദ പ്രോഗ്രാമിങ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കോഡ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റ് എന്താണോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന സാധനം എന്താണോ, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ലോജിക്ക് എന്താണോ, അതിനനുസരിച്ച് ഈ വാല്യൂസിൻ്റെ ടൈപ്സ് മാറും. സോ ടൈപ്പ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്പർ, സ്ട്രിങ്, ബൂളിയൻ, അങ്ങനെ കുറച്ച് പ്രിമിറ്റീവ് ടൈപ്പ് ഉണ്ട്. പ്രിമിറ്റീവ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ബൈ ഡിഫോൾട്ട് പ്രോഗ്രാമിനകത്ത് തന്നെ ലാംഗ്വേജിൻ്റെ കൂടെ വരുന്ന ഡിഫോൾട്ട് ടൈപ്പ് ഉണ്ട്, പ്രോഗ്രാം തന്നെ തരുന്നത്. സോ നമ്പർ, സ്ട്രിങ്, ബൂളിയൻ, ഈ സ്ക്രീനിൽ കാണുന്ന ഇതൊക്കെയെന്ന് പറയുന്നത് അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. സോ നമ്പേഴ്സ് ആർ നമ്മൾ ഡിഫോൾട്ട് ചെയ്യുന്ന പോലെ മാത്ത് ഓപ്പറേഷൻ. സ്ട്രിങ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് കൺവേ ചെയ്യാനും, ഞാൻ നേരത്തെ പറഞ്ഞ ചാർജർ ഉണ്ടോ എന്ന് ചോദിച്ച കേസിൽ എസ് ഓർനോ പറയാൻ വേണ്ടിയിട്ടാണ് ബൂളിയൻ യൂസ് ചെയ്യുന്നത്. ഇന്നലെ ഇല്ല, ലൈക്ക് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കോഡിനകത്ത് നമ്മൾ ഡയറക്റ്റ് 2 കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ VS കോഡ് ഒന്ന് ഓപ്പൺ ആക്കുകയാണെങ്കിൽ നമ്മുടെ ഫോൾഡർ ഇതാണ്. സോ എക്സ്പ്രഷൻസിനകത്താണെന്ന് തോന്നുന്നു. സോ എക്സ്പ്രഷൻ്റെ കേസിൽ നമ്മൾ ഇന്നലെ ഇതിനെ ലിറ്ററൽ എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ അതിനങ്ങനെ പറയാൻ കാരണം സ്ക്രീനിൽ ഡയറക്റ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ സോഴ്സ് കോഡിൽ ഡയറക്റ്റ് എഴുതുന്ന കോൺസ്റ്റൻറ്റ് വാല്യൂസ്, വേരിയബിൾസ് അല്ല, കോൺസ്റ്റൻറ്റ് വാല്യൂ, ആ ത്രൂ ഔട്ട് ദ എക്സിക്യൂഷൻ ഓഫ് ദ കോഡ് അതിൻ്റെ വാല്യൂ മാറത്തില്ല. അങ്ങനത്തെ കാര്യങ്ങളെ നമ്മൾ ലിറ്ററൽസ് എന്നാണ് വിളിക്കാറ്. സോ അത് 42 ആയിക്കോട്ടെ, 2 ആയിക്കോട്ടെ, ഇവിടെ കൊടുത്തേക്കുന്ന ഹലോ ആയിക്കോട്ടെ, അതിന് പ്രത്യേകിച്ച് ചേഞ്ചൊന്നും ഉണ്ടാവാതെ നമ്മൾ ഡയറക്റ്റ് ഹാർഡ് കോഡഡ് ആയിട്ട് കോഡിൽ തന്നെ ഇതിൻ്റെ വാല്യൂ 42 അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്താ പറയുക, ഒരു 0.42 എന്നുള്ളതിനെ ഞാൻ ഔട്ട് ഓഫ് 100 ആക്കുകയാണെങ്കിൽ ഇൻറ്റു 100 എന്നേ കൊടുക്കത്തുള്ളൂ. അല്ലാതെ ഞാൻ ആ 100നെ ഒരിക്കലും ഒരു വേരിയബിളിൽ വെച്ചിട്ട് അതെടുത്ത് കൊടുക്കത്തില്ല. അവിടെ അപ്പോൾ ഇൻറ്റു 100 എന്ന് പറയുന്ന ഒരു ലിറ്ററൽ വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ലിറ്ററൽ എന്ന് വിളിക്കും. സോ അതാണ് വാല്യൂസ് ആൻഡ് ടൈപ്പിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഇനി കമ്മിങ് ഡൗൺവേർഡ് ലൈക്ക് ഇൻ ദ സ്ക്രീൻ. സോ താഴോട്ട് കുറച്ചുകൂടെ വരാണെങ്കിൽ നമുക്ക് ഇനി നോക്കാനുള്ളത് കൺവേർട്ടിങ് ബിറ്റ്വീൻ ടൈപ്പാണ്. ഞാൻ ഈ യൂസ് കേസിൽ പറഞ്ഞ പോലെ എനിക്ക് ചിലപ്പോൾ ചില സിനാരിയോസിൽ എൻ്റെ ടൈപ്പിനെ എനിക്ക് എക്സ്പ്ലിസിറ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വരും. ഈ 42 എന്നുള്ളത് ഞാനിപ്പോൾ ഒരു യൂസർ ഇൻപുട്ട് വാങ്ങിയാണെന്ന് കരുതിക്കോ. ഇൻപുട്ട് നമ്മൾ HTML പഠിച്ചിട്ടുണ്ട്. ഇൻപുട്ട് ടൈപ്പ് ക്യാൻ ബി ലൈക്ക് എന്താ പറയുക, നമ്മൾ ഇൻപുട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ടൈപ്പ് നമുക്ക് കോഡിൽ വേണമെങ്കിൽ നോക്കാവുന്നതേ ഉള്ളൂ. സോ ഇവിടെ വന്ന് ഞാൻ ഫോൾഡർ ഓപ്പൺ ആക്കി അതിനകത്ത് ഞാൻ കോഡ് ഡോട്ട് കൊടുക്കുകയാണെങ്കിൽ VS കോഡ് ഓപ്പണായി വരും. ഇതിനകത്ത് ഞാനിപ്പോൾ സിമ്പിൾ ഒരു HTML എടുക്കാറ്. സോ ലൈക്ക് form.html. സോ ഇതിനകത്ത് നമ്മൾ ഒരു എക്സാമ്പിൾ അടിക്കുന്നു. എവിടെ എൻ്റെ ബോയിലർ പ്ലേറ്റ്. സോ നമ്മൾ ഇൻപുട്ട് ടാഗ് കൊടുക്കുന്ന അനുസരിച്ച് അതിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. സോ ടൈപ്പ് ടെക്സ്റ്റ് ഉണ്ട്, ടൈപ്പ് നമ്പർ ഉണ്ട്. ഇവിടെ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഡെവലപ്പർ ആക്ച്വലി ടെക്സ്റ്റാണ് കൊടുത്തത്. എന്നിട്ട് എന്ത് ചെയ്തു, യൂസർ അതുവഴി ഒരു നമ്പറാണ് ഇൻപുട്ട് ചെയ്തത്. ഡെവലപ്പർ ടൈപ്പ് ടെക്സ്റ്റാണ് കൊടുത്തത്, യൂസർ എന്താണ് ഇൻപുട്ട് ചെയ്തത്, യൂസർ ഒരു നമ്പറാണ് ഇൻപുട്ട് ചെയ്തത്. സോ എനിക്ക് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഒരിക്കലും ടെക്സ്റ്റിൽ ചെയ്യാൻ പറ്റത്തില്ല, അത് എറർ അടിക്കും. നമുക്ക് വേണമെങ്കിൽ അതും ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ലൈക്ക് ഇവിടെ ഇപ്പോൾ എന്താ നമ്മൾ നോക്കുന്നത്, values.js. സോ ഇവിടെ ഇപ്പോൾ ഞാൻ ലെറ്റ് നമ്പർ ഈക്വൽ ടു ഒരു 6 എന്ന് കൊടുത്തെന്ന് കരുതിക്കോ. ഞാൻ വർക്കാകും, കാരണം ജാവാസ്ക്രിപ്റ്റ് ടൈപ്പ് കൺവേർട്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് ചെയ്ത് നോക്കാം എന്താ വരുന്നതെന്നുള്ളത്. സോ ഞാനിവിടെ 6x6 എന്നാണ് കൊടുത്തേക്കുന്നത്. എന്ത് വരും ഔട്ട്പുട്ട് എന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യൂ. മീൻ വെയിൽ ഞാൻ ഈ സാധനം റൺ ചെയ്ത് നോക്കാം. എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് 36 വരണമെന്നാണ്. നമുക്ക് നോക്കി നോക്കാം. സോ ഇതിൻ്റെ ഫയൽ നെയിം എന്തായിരുന്നാ, values.js. ഓക്കെ, സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഗായ്സ് 36 വന്നു, കാരണം അത് ടൈപ്പ് കൺവേർഷൻ ചെയ്തു. സോ പക്ഷേ അത് ശരിക്കും അത്രമേൽ നല്ലൊരു ബിഹേവിയർ അല്ല. കാരണം ടൈപ്പ് കൺവേർഷൻ ജാവാസ്ക്രിപ്റ്റ് ഓട്ടോമാറ്റിക്കലി ചെയ്യുമെങ്കിലും
അവിടെ ചിലപ്പോൾ ചില വലിയ ലോജിക്കിൻ്റെ കേസ് ലൈക്ക് ഇതിനകത്ത് വായിച്ചാൽ മനസ്സിലാവും. ചില സമയങ്ങളിൽ ഈ നമ്പർ എന്ന് പറഞ്ഞ സാധനം വേറെ എന്തെങ്കിലുമൊക്കെ ലോജിക്കൊക്കെ ചെയ്തു വരുന്ന കേസായിരിക്കും. സോ അങ്ങനത്തെ കേസിൽ ഇവിടുത്തെ ബിഹേവിയർ ഇപ്പോൾ പ്രഡിക്റ്റബിൾ ആണ്, മേ ബി അപ്പോൾ പ്രഡിക്റ്റബിൾ അല്ലായിരിക്കാം. സോ ആ കേസിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു പരിപാടി ചെയ്യത്തില്ല. അതിന് പകരം നമ്മളിതിനെ ഇവിടെ ഇപ്പോൾ എന്താ പറഞ്ഞാൽ എനിക്ക് ഇംപ്ലിസിറ്റിൻ്റെ എക്സ്പ്ലിസിറ്റിൻ്റെ അർത്ഥം ഇടയ്ക്ക് മീൻ്റെ തിരിഞ്ഞു പോവും. സോ ഇപ്പം ഇംപ്ലിസിറ്റ് കൺവേർഷനാണ് നടന്നത്. ഇംപ്ലിസിറ്റ് കൺവേർഷൻ ലൈക്ക് ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്ന് വെച്ചാൽ ലൈക്ക് ഓട്ടോമാറ്റിക്കലി ടൈപ്പ് കൺവേർഷൻ സംഭവിക്കും. അതിനാണ് നമ്മൾ ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ 6 എന്ന് പറയുന്നത് സ്ട്രിങ് ആയിരുന്നു. ഇവിടെ നമ്പറിനെ കൊണ്ട് ഞാനതിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഒരു നമ്പറാണ് ഇവിടെ ഔട്ട്പുട്ട് വന്നത്. അത് നമ്പറാണെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ ഇട്ട് കൊടുത്താൽ അത് നാനാണെന്ന് പറഞ്ഞു വരുന്നു. ജാവാസ്ക്രിപ്റ്റ് ഈസ് അൺപ്രഡിക്റ്റബിൾ ഗൈസ്. ഓക്കെ യാ ഇപ്പോൾ പ്രഡിക്റ്റബിൾ ആണ്. അത് ആ ബ്രാക്കറ്റ് ഇടാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് ഇത്രയും ആയിരിക്കും എടുത്തത്. സോ അതാണ് ലൈക്ക് ഓക്കെ. സോ ഇപ്പോൾ അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്പർ തന്നെയാണ് വന്നത്. ഇനി നമുക്ക് ഞാൻ എന്തോ പറയാൻ വന്നത് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇംപ്ലിസിറ്റ് കൺവേർഷൻ ആണ്. ഇംപ്ലിസിറ്റ് കൺവേർഷൻ ദാറ്റ് ഈസ് ലൈക്ക് ജാവാസ്ക്രിപ്റ്റ് ഓട്ടോമാറ്റിക്കലിയാണ് എന്ത് ചെയ്തത്, 6 എന്ന് പറഞ്ഞ സ്ട്രിങ്ങിനെ നമ്പറാക്കിയത്. എനിക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെ സഹായം വേണ്ടെങ്കിലോ എനിക്ക് കൺവേർഷൻ ചെയ്യാനറിയാം. അപ്പോഴത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്പർ ഈക്വൽ ടു നമ്പർ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ജാവാസ്ക്രിപ്റ്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിനകത്തോടെ നമ്പറിനെ കൊടുത്താൽ നമുക്കിതിന് മുമ്പും ശേഷവും ഒരു console.log ഇട്ടിട്ട് ഒരു ടൈപ്പ് ഓഫ് ഇട്ട് നോക്കാം. സോ ടൈപ്പ് ഓഫ് ഇടുന്നത് ആ ഒരു വേരിയബിളിൻ്റെ ടൈപ്പ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ്സ് ഇറ്റ്. സോ നമുക്ക് ഇവിടെ ടൈപ്പ് ഓഫ് ഇട്ട് നോക്കാം ഗൈസ്. ടൈപ്പ് ഓഫ് നമ്പർ എന്തായിരിക്കും? ഞാൻ പറയുന്നു ഇവിടെ സ്ട്രിങ്ങും താഴെ നമ്പരും. നിങ്ങളതാണോ പറയുന്നത്? നമുക്ക് നോക്കി നോക്കാം. യെസ് ഗൈസ്, ആദ്യം സ്ട്രിങ്ങും രണ്ടാമത് നമ്പരുമാണ് വന്നത്. കാരണം ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, എക്സ്പ്ലിസിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ഉണ്ട് നമുക്കിവിടെ. സ്ട്രിങ് ഉണ്ട്, ബൂളിയൻ ഉണ്ട്. സോ അതേപോലെ തന്നെ മൾട്ടിപ്പിൾ കൺവേർഷൻസ് ആർ പോസിബിൾ. സോ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ നമുക്കിനിയിപ്പോൾ ഈ നേരത്തെ ബിഹേവിയർ ആയിരിക്കും ഇവിടെയും വരുന്നത്. കാരണം ഇനിയിപ്പോൾ ജാവാസ്ക്രിപ്റ്റിന് ഇംപ്ലിസിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഓൾറെഡി കൺവേർട്ട് ചെയ്ത് നമ്പറാക്കി കൊടുത്തു. സോ ജാവാസ്ക്രിപ്റ്റിൻ്റെ പണിയോടെ എളുപ്പമായി. സോ ഇതാണ് ഇംപ്ലിസിറ്റ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ, അല്ലെങ്കിൽ കൺവേർഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ടൈപ്സ്. സോ ഇനി നമ്പറല്ല, ഇതിപ്പോൾ 6 ആയതുകൊണ്ട് നമ്പറായിട്ട് കൺവേർട്ടായേ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ അശ്വിൻ കൊടുത്തു നോക്കാം. എന്നിട്ട് ടൈപ്പ് ഓഫ് നമ്പർ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ സ്ട്രിങ് വരും. ഇവിടെ ഞാൻ നമ്പറിനെ പിടിച്ച് നമ്പറാക്കി. ഇവിടെ നമുക്ക് നോക്കി നോക്കാം എന്തായിരുന്നു. സാധനം പൊട്ടേണ്ടതാണ് ടെക്നിക്കലി സ്പീക്കിംഗ്. സോ ഇവിടെ ഇപ്പോൾ നാനാണ് വന്നത്, 36 അല്ല. അതിന് കാരണം ഇവിടെ അശ്വിൻ എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്. ഓക്കെ, അവിടെ നോ ഡൗട്ട്സ്. ഇവിടെ ഞാൻ അശ്വിനെ പിടിച്ച് നമ്പറാക്കി. അപ്പോൾ ടൈപ്പ് ഓഫ് അശ്വിൻ എന്ന് പറയുന്നത് നമ്പറായി. അതിനാണ് ജാവാസ്ക്രിപ്റ്റ് പറയുന്നത് അവിടെ ഒരു ചെറിയൊരു അൺപ്രഡിക്റ്റബിൾ അല്ലെങ്കിൽ ഒരു ഇല്ലോജിക്കൽ ബിഹേവിയർ ഉണ്ട്. അത് നമുക്ക് നോക്കാം. ഇനി ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്തു, നമ്പർ ഇൻറ്റു 6 എന്നാണ് കൊടുത്തത്. പക്ഷേ നമ്പർ ശരിക്കും നമ്പറാണോ? നമുക്കിവിടെ വേണമെങ്കിൽ ടൈപ്പ് ഓഫ് നമ്പർ കഴിഞ്ഞിട്ട് ഈ നമ്പർ ഇപ്പോൾ എന്താണെന്നുള്ളതൊന്ന് ലോഗ് ചെയ്ത് നോക്കാം. നമ്പറാണെന്നാണല്ലോ പറയുന്നത്, അത് എന്താണ് നമ്പർ എന്നറിയണ്ടേ. സോ ആ നമ്പർ എന്ന് പറയുന്നത് നോട്ട് എ നമ്പറാണ്. ശരിക്കും അവിടെ നോട്ട് എ നമ്പറാണ് വന്നത്. കാരണം നമ്പർ അല്ലാത്ത എന്തിനെങ്കിലും നമ്മൾ നമ്പറാക്കാൻ നോക്കിയാൽ ഈ എന്ന് പറയുന്നത് നോട്ട് എ നമ്പറാണ്. സോ ആ ഒരു സാധനം കയറി വരും. സോ നോട്ട് എ നമ്പർ ഇൻറ്റു 6 ഇസ് ഓൾസോ ഈക്വൽ ടു നോട്ട് എ നമ്പർ. സോ അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സോ ഈ വീഡിയോ ഇസ് ഗെറ്റിംഗ് എ ബിറ്റ് ലോങ്ങർ. സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. സോ നമ്മളിപ്പോൾ നോക്കിയത് വാല്യൂസ് ആൻഡ് ടൈപ്സ് എന്താണ്, ടൈപ്പ് കൺവേർഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് തിങ്സ്, ആൻഡ് നമ്പർ അല്ലാത്ത കാര്യങ്ങൾ നമ്പറാക്കാൻ നോക്കിയാൽ എന്ത് സംഭവിക്കും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നോക്കിയേക്കുന്നത്. സോ അടുത്ത വീഡിയോയിൽ കാണാം.